സർജറി വിഭാഗത്തിൽ ഡോക്ടറില്ലാതെ വടകര ജില്ലാ ആശുപത്രി ഏക ഡോക്ടർ സ്ഥലം മാറിപ്പോയതോടെ ശസ്ത്രക്രിയകൾ നടക്കാതായി. ശസ്ത്രക്രിയ തീയതി നേരത്തെ നിശ്ചയിച്ചവരും മടങ്ങിയതോടെ OP വിഭാഗത്തിന്റെയും പ്രവർത്തനം അവതാളത്തിലായി. ജില്ലാ ആശുപത്രിയായി വടകര താലൂക്ക് ആശുപത്രി ഉയർത്തിയെങ്കിലും ആ നിലയ്ക്കുള്ള ജീവനക്കാരുടെ വിന്യാസം നടന്നിരുന്നില്ല. ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഇല്ലാതായതോടെ വടകര ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾ ദുരിതത്തിലായി. ശസ്ത്രക്രിയ വിഭാഗത്തിൽ നിലവിലെ ഡോക്ടർ മാറിയെങ്കിലും പുതിയ ഡോക്ടർ എത്താത്തതാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നത്. ജൂനിയർ ഡോക്ടർ, സർജൻ എന്നീ തസ്തികകൾ കുറെ കാലമായി ഒഴിഞ്ഞുകിടക്കുന്നതിനിടയിലാണ് കൺസൾട്ടന്റ് സർജന് സ്ഥലം മാറ്റമുണ്ടായത്. ഇതോടെ രോഗികൾ പെരുവഴിയിലായി. ആശുപത്രിയുടെ കാര്യം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. സർജറി ഡോക്ടർ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. പൊതുവെ ഒരു ഡോക്ടർ വന്നാൽ മാത്രമേ മറ്റേ സർജൻ ഡോക്ടർ റിലീവ് ചെയ്യാറുള്ളൂ. മൂപ്പർ കോടതിയിലൊക്കെ പോയി അവിടുന്ന് മാറാൻ കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വടകരയിലെ ജനങ്ങൾ മുഴുവൻ, വളരെ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണുള്ളത്. കാരണം മുന്നേ ഡേറ്റ് കൊടുത്ത പേഷ്യൻസ് വന്ന് മടങ്ങുകയും വളരെ ബുദ്ധിമുട്ടായ രീതിയിൽ ഒരു സർജൻ എന്ന രീതിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജില്ലാ ആശുപത്രിയാണ്. ആ ജില്ലാ ആശുപത്രിയിൽ സർജൻ ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ സർജറി വിഭാഗത്തിൽ 2 PG ഡോക്ടർമാർ റൂറൽ സർവീസിന്റെ ഭാഗമായി ഉണ്ടെങ്കിലും കൺസൾട്ടന്റ് സർജൻ ഇല്ലാതെ സർജറി വിഭാഗത്തിലെ OP കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. ഉടൻ പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് രാഷ്ട്രീയ കക്ഷികളുടെ നീക്കം. ന്യൂസ് മലയാളം, കോഴിക്കോട്.